ورحمة الله تعالى وبركاته. الحمد لله الحمد لله الحمد لله رب العالمين. അല്ലാഹു നമ്മളെ ഒരുമിച്ചുകൂടെ കബൂലാക്കട്ടെ. അല്ലാഹു സ്വീകരിക്കട്ടെ. നൂറുള്ള കുടുംബങ്ങൾ, ധാരാളം ആളുകൾ, കേരളത്തെ 14 ജില്ലകളിൽ നിന്നുള്ളത്, കേരളത്തിന് പുറത്ത് കർണാടക, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, അതുപോലെ കന്യാകുമാരി, കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് വിളിക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യക്ക് പുറത്തുള്ള രാജ്യങ്ങളിൽ നിന്ന്, ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും, സൗദിയിൽ നിന്നും, ഗൾഫിന് ഷാർജയിൽ നിന്നൊക്കെ വിളിക്കുന്ന, ധാരാളം ഖത്തറിൽ നിന്നൊക്കെ വിളിക്കുന്ന അൽത്താഫുമാണ് ഉൾപ്പെടെയുള്ളത്. അള്ളാഹു എല്ലാവർക്കും വലിയ ഹൈറ് നൽകട്ടെ. യൂറോപ്യൻ രാജ്യങ്ങളിൽ നമ്മുടെ നാട്ടിൽ ജോലിക്ക് വേണ്ടി പോയത് അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെ ജോലിയിലും വലിയ സന്തോഷം അള്ളാഹു നൽകട്ടെ. എന്തൊക്കെ ഉദ്ദേശം വെച്ച് ആരൊക്കെ നമ്മുടെ സ്ഥാപനത്തിന്, നമ്മളെ ഈ മക്കളെ സഹായിക്കുന്നുണ്ടോ എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം ഇത് ലോകത്തും നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. മനസ്സില് നല്ല വിഷമങ്ങളെ കൊണ്ട് വലിയ പ്രയാസം അനുഭവിക്കുന്ന ധാരാളം ആളുകളുണ്ട്. മക്കളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, ഭർത്താക്കന്മാരെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, അങ്ങനെ പേരമക്കളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, പലരും പല വിഷമങ്ങൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. നമ്മളെ ഈ മക്കളെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും വലിയ സമാധാനം നൽകി അള്ളാഹു സന്തോഷിപ്പിക്കട്ടെ. അതുപോലെ മക്കളില്ലാത്തവരുണ്ട്, അള്ളാഹു നല്ല മക്കളെ കൊടുക്കട്ടെ. വീട് പണി തുടങ്ങിയവരുണ്ട്. 8 വർഷമായി, ഇപ്പൊ ഒരിച്ചിരി മുമ്പ് വിളിച്ചിട്ട് 8 വർഷമായി വീട് പണി തുടങ്ങിയിട്ട് കുഞ്ഞു വീടാണ്, ഇതുവരെ പൂർത്തിയാക്കാൻ പറ്റിയിട്ടില്ല എന്ന് വിഷമം പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ മജ്‌ലിസിന്റെ ബർക്കത്ത് കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ പൂർത്തീകരിക്കാനും അതിൽ താമസിക്കാനും ആ പ്രിയപ്പെട്ട ഉമ്മാക്ക് അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ധാരാളം ആളുകൾ നൂറുള്ള കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുണ്ട്. മജ്‌ലിസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഉമ്മ മരണപ്പെട്ടു പോയിട്ടുണ്ട്. മിഞ്ഞാന്ന് കൃത്യമായി നിത്യമായി കണ്ടുകൊണ്ടിരുന്ന പ്രിയപ്പെട്ട ഉമ്മ മരണപ്പെട്ടു പോയി. മഗ്‌രിബിന്റെ സമയത്ത് അവർ പ്രത്യേകം എന്നോട് വിളിച്ച്, അപ്പം തന്നെ വിളിച്ച് അറിയിച്ചിട്ടുണ്ട്. ആദ്യം വിളിച്ച് അറിയിച്ചു. അങ്ങനെ ഐസിയുവിൽ കിടക്കുന്ന സമയത്ത് തങ്ങളോടൊന്ന് പറയണം എന്ന് പറഞ്ഞ പ്രിയപ്പെട്ട ഉമ്മയുണ്ട്. ആ ഉമ്മ മരണപ്പെട്ടു പോയി. ആ ഉമ്മാന്റെ ആശ്രമം അള്ളാഹു വിളിച്ചാക്കി കൊടുക്കട്ടെ. മരിക്കുന്നതിന് മുമ്പ് കാണണമെന്ന് പറഞ്ഞ ഫാത്തിമ മോള്, 21 വയസ്സ് മാത്രമുള്ള മോള്, കാണാൻ പറ്റിയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ പെണ്ണുമോളെ ഖബറിലേക്ക് മജ്‌ലിസിന്റെ വെളിച്ചത്തെ അള്ളാഹു കാണിച്ചു കൊടുക്കട്ടെ. അതുപോലെ നമ്മുടെ മക്കളെ കല്യാണം നടന്നപ്പോൾ ലക്ഷങ്ങൾ തന്നു എന്റെ കയ്യിൽ കൊണ്ടുവന്ന് തന്ന് ആ കുട്ടികളെ കല്യാണത്തിലേക്ക് കൊടുക്കണമെന്ന് പറഞ്ഞവരുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ വലിയ ഹൈറും ബർക്കത്തും ഇരു ലോകത്തും ദുനിയാവിലും നാളെ ആഖിറത്തിലും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ബന്ധങ്ങളിൽ നിന്ന് മരണപ്പെട്ടുപോയ വാപ്പമാര്, ഉമ്മമാര്, ബന്ധപ്പെട്ടവർ അള്ളാഹുവേ അവരുടെ ഖബറിലേക്ക് വലിയ വെളിച്ചമാണ് ഈ മജ്‌ലിസിനെ നീ കാണിച്ചു കൊടുക്കണേ അല്ലാഹ്. ആ ഖബറാളികൾക്ക് തന്നെത്താ ദൂരത്തോളം നീ വിശാലത നൽകണേ അല്ലാഹ്. സ്വർഗീയ അനുഭൂതികളെ കൊണ്ട്, സ്വർഗീയ സന്തോഷങ്ങളെ കൊണ്ട് അള്ളാഹുവേ ഞങ്ങളുടെ ഖബറാളികൾക്ക് നീ ആനന്ദം നൽകണേ അല്ലാഹ്. ഞങ്ങളൊക്കെ ഈമാൻ കുറഞ്ഞവരാണ്, ഇഖ്ലാസും തഖ്വയൊക്കെ കുറഞ്ഞവരാണ്. അള്ളാഹുവേ ദുനിയാവിൽ ജീവിക്കുമ്പോൾ പല സാഹചര്യങ്ങളിൽ പല തെറ്റുകളും ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുണ്ട്. റബ്ബാകുന്ന നീ റഹ്മത്തുൽ ലിൽ ആലമീനായ, റാഹത്തുൽ ലിൽ ആശിഖീനായ മഖാമുൽ മഹ്മൂദ് അശ്ശഫാഅത്തുൽ ഉളുമ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ സകല പാപങ്ങളും നീ പുറത്തു തരണേ അല്ലാഹ്. സകല തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പ് നൽകണേ അല്ലാഹ്. തെറ്റുകളില്ലാതെ ജീവിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين.